CM Kids LP School എക്സാമിനേഷൻ പ്രിപ്പറേഷനിലേക്ക് സ്വാഗതം. ഞാൻ അബിയ എസ് ശുഭു ഫ്രം സാമീഡിയ എഡ്യു ഹബ്. ഇന്ന് എൻവയോൺമെന്റൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഓർഗാനിസം ആൻഡ് സറൗണ്ടിങ്സ് എന്ന ചാപ്റ്ററിലെ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബോഡി പാർട്ട് ഹെൽപ്സ് ദ ഫിഷ് ടു ബ്രീത്ത്? മത്സ്യത്തെ ശ്വസിക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം ഏതാണ്? ആൻസർ, ഗിൽസ്, ചെകിളകൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? മത്സ്യത്തിന്റെ ശരീരത്തിന്റെ ആകൃതി എങ്ങനെയാണ്? ആൻസർ, സ്ട്രീം ലൈൻഡ് ഷേപ്പ്. അതായത് മീനിന്റെ ശരീരം നടുവിൽ വീതിയും രണ്ടറ്റങ്ങളിലേക്ക് ചുരുങ്ങിയതുമായ ആകൃതിയാണ്. അതായത് ഒരു ബോട്ടിന്റെ ആകൃതി പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 3, ക്യാൻ യു പിൻ പോയിന്റ് എനി ഓർഗാനിസം ദാറ്റ് ക്യാൻ ലീവ് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ജീവിയെ പറയാമോ? ആൻസർ, ഫ്രോഗ്, തവള. നിങ്ങൾക്കറിയാവുന്ന മറ്റു ജീവികളുടെ പേരുകൾ കമന്റ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വൈ കാൺ ഫിഷ് ലീവ് ഓൺ ലാൻഡ്? മത്സ്യങ്ങൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ആൻസർ, their gills cannot function efficiently on land. മത്സ്യങ്ങൾക്ക് കരയിലെത്തിയാൽ ചെകിളകൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മീനുകൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5, how do fish change their direction? മീനുകൾ എങ്ങനെയാണ് അവയുടെ സഞ്ചാര ദിശ മാറ്റുന്നത്? ആൻസർ, യൂസിംഗ് their fins and tail fin. ചിറകുകളും വാൽച്ചിറകുകളും ഉപയോഗിച്ചാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, how are the scales of fish arranged? മീനിന്റെ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആൻസർ, in an overlapping pattern. അതായത് മീനിന്റെ ശരീരത്തിലെ ചെതുമ്പലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്ന് ഭാഗികമായി വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, by which name the plants seen in desert are known? മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ, സെറോഫൈറ്റ്സ്. അതായത് വെള്ളം വളരെ കുറവുള്ള വരണ്ട പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ സെറോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. കാക്ടസ് ഇതിനൊരു ഉദാഹരണമാണ്. മറ്റുദാഹരണങ്ങൾ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് ഓർഗൻ ഹെൽപ്സ് ദ ഫ്രോഗ് ടു ബ്രീത്ത് അണ്ടർ വാട്ടർ? വെള്ളത്തിനടിയിൽ തവളയെ ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ആൻസർ, സ്കിൻ, ത്വക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 9, any body feature that help an organism survive in its environment is called? ഒരു ജീവിക്ക് അതിന്റെ ചുറ്റുപാടിൽ അതിജീവിക്കാൻ സഹായിക്കുന്ന ശരീര സവിശേഷതയെ എന്താണ് വിളിക്കുന്നത്? ആൻസർ, അഡാപ്റ്റേഷൻ, അനുകൂലനം. ക്വസ്റ്റ്യൻ നമ്പർ 10, can you give examples for water plants? ജലസസ്യങ്ങളുടെ ചില ഉദാഹരണങ്ങൾ പറയാമോ? ആൻസർ, വാട്ടർ ലില്ലി, ലോട്ടസ്, ആഫ്രിക്കൻ ആൽഗെ. മറ്റുദാഹരണങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ലഭ്യമാകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് സമാന്തരമായി തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് കഴിയുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.